ബിറ്റ് കോയിൻ്റെ ഒരു മൂവ്മെൻറ്റ്സുകൾ അതായത് ഒരു 2020 തൊട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ 2020 റാഷാണ് ഈ കാണുന്നത് കേട്ടോ. അത് തൊട്ടുള്ളൊരു 5 വേ സ്ട്രക്ചർ ഇതിൽ ക്ലിയർ ആയിട്ട് കാണാം. അതായത് ഇതിൽ വേവ് പ്രകാരം 5 വേവ്സ് ആണ്, എല്ലാ പാറ്റേണും 5 വേവ്സ് ആണ്. അതിൻ്റെ കറക്ഷൻ വരുന്നത് ABC എന്നുള്ള രീതിയിൽ വരാം. നമ്മളതിന് ഉപയോഗിക്കുന്നത് ഫിബൊനാച്ചി എക്സ്റ്റൻഷനാണ്. ഇത് അതിൽ ഗ്യാൻ ഫിബൊനാച്ചി എന്ന് പറയുന്ന ഒരു ഏരിയയിൽ ഈ ഒരു ഇതിൽ കാണാം. ഈ ഒരു ടൂൾ ബോക്സിനകത്ത് ഗ്യാൻ ആൻഡ് ഫിബൊനാച്ചി എന്നുള്ളതിൽ കാണാം. ട്രെൻഡ് ബേസ്ഡ് ഫിബ് എക്സ്റ്റൻഷൻ, പിന്നെ ഫിബ് റീട്രേസ്. ഈ രണ്ടെണ്ണമാണ് നമുക്ക് ടാർഗറ്റ് കിട്ടാൻ. അതായത് ട്രെൻഡ് വൈസ് പോകുന്നത് ഈ രണ്ടാമത്തെയും. ഫിബൊനാച്ചി റീട്രേസ് എന്ന് പറയുന്നത് അതിന് ആനുപാതികമായിട്ടുണ്ടാകുന്ന കറക്ഷനെ നമ്മൾ പോയിൻ്റ് ആയി ഉപയോഗിക്കുന്നതാണ്. ഓരോ പാറ്റേണും ഓരോ സൈസുകളാണ് വരുന്നത്. അപ്പോൾ വേവ് പ്രകാരം ഉള്ള ഇപ്പം എക്സ്പാൻഡിങ് ട്രയാങ്കിൾ ആണെച്ചെങ്കിൽ 78% ആയിരിക്കും. അതുപോലെ അതിൻ്റെ തേർഡ് വേവ് 127% ആയിരിക്കും. അതേസമയം നോർമൽ സൈക്കിളുണ്ട്, സൂപ്പർ സൈക്കിൾ, അതാണെച്ചെങ്കിൽ 161 to 200% ഒരു എക്സ്റ്റൻഷൻ പോകും. അത് നമുക്ക് ഇതിൽ കാണാം. ഇതിപ്പം നിലവിലുള്ള പാറ്റേൺ വെച്ചിട്ട് അത് നോക്കിക്കഴിഞ്ഞാൽ അത് കാര്യം മനസ്സിലാവും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ഞാൻ അവിടെ ഒരു സ്റ്റാർട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഇവിടെ വന്ന് കിടക്കുന്നതാണ്. അതിപ്പോൾ നിങ്ങൾ ട്രേഡിംഗ് വ്യൂ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്നതായിരിക്കും. ഇത് ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് ആയിട്ട് എടുക്കാം. ഈ ഒരു വേരിയേഷൻ തൊട്ട് ഇവിടെ കണ്ടാൽ നമുക്കറിയാം ഏകദേശം പോയിൻ്റ് ചെയ്യണം. അത് പോയിൻ്റ് ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കി പോയിൻ്റ് ചെയ്യണം. ഇതിന് 3 ടൂളാണ് വരുന്നത്. മറ്റേ ഫിബൊനാച്ചി റീട്രേസ് ആകും കൂടുതൽ ആൾക്കാർ ഉപയോഗിച്ചിട്ടുണ്ടാവും. അതിന് ടോപ്പിൽ കുത്തിയിട്ട് താഴേക്ക് വലിക്കുക, അല്ലെങ്കിൽ റിവേഴ്സ് അറ്റാച്ച് വെച്ചാൽ അത് അതിൻ്റെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നു. മറ്റേ പറയാന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിൻ്റെ ടൂൾ ഈ ഒരു വലി മാത്രമേ ഉള്ളൂ, ഇതിന് ഈ ഒരു വലി മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിന് 3 പോയിൻ്റ് വരും. ആ 3 പോയിൻ്റ് എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം നമ്മൾ എവിടെയാണ് നമ്മൾ ബേസ് എടുത്തിരിക്കുന്നത് ആ ബേസിൽ ഫസ്റ്റ് ടച്ച് ചെയ്യുക. പിന്നെ സെക്കൻഡ് നമ്മൾ മുകളിൽ ടോപ്പിൽ ക്ലിക്ക് ചെയ്യും. ഇതാണ് ഫസ്റ്റ് വേവ്. ഇതിൻ്റെ സെക്കൻഡ് വേവിൻ്റെ ബോട്ടത്തിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ എവിടെയാണ് ബോട്ടം നിൽക്കണേ. മിക്കവാറും ഒരു 50%-ലൊക്കെ നിന്നാൽ നല്ലത്. ഇതിപ്പം 78%-ഓളം താഴ്ത്തേക്ക് വന്നിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടോർച്ച് അടിക്കുന്ന മാതിരി ഒരു വെളിച്ചമാണ് മുകളിലേക്ക്. അതാണ് ടാർഗറ്റ് കാണിച്ചു തരുന്നത്. ശരിക്കും 78%-ഒക്കെ റീട്രേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും വലിയൊരു റാലി വരില്ല. ഇതൊരു 127 നിന്ന് ഇങ്ങനെ തിരിച്ചു വന്ന് വീണ്ടും അങ്ങനെ 3 തേറ്റ് കയറും. പക്ഷേ ഇവിടെ ഒരു ഷാഡോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും ബയേഴ്സ് ഇത്ര പവർഫുൾ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ നിന്ന് കൃത്യമായിട്ട് വോളറ്റൈലിൽ കയറിപ്പോയത്. ഇതാണ് ശരിക്കും വേവ് തിയറിയുടെ തേർഡ് വേവ് എന്ന് പറയുന്നതിൻ്റെ സ്വഭാവം. ഒട്ടും തന്നെ റീട്രേസ്മെൻറ്റുകൾ ഉണ്ടാവില്ല. ചറപറാന്ന് കയറിപ്പോവും. 161 to 200% മിനിമം വരും. ഇനി ആ ഒരു അവിടെ നിന്ന് നമുക്കൊരു കറക്ഷൻ പ്രതീക്ഷിക്കാം, ഒരു ABC. അതായത് ഇതിപ്പോൾ ഒരു ABC ആണ്. അപ്പോഴാണ് നമ്മൾ ഫിബൊനാച്ചി റീട്രേസ് ഉപയോഗിച്ചിട്ട് ഇതിന് മിനിമം വരേണ്ട ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് ഏകദേശം 38% to 50% ആണ്. 50% താഴേക്ക് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്കാവാൻ തുടങ്ങും. അതായത് ആ ഒരു ചാർട്ട് വീക്കാവാൻ തുടങ്ങും. അത് ഈ ഫസ്റ്റ് വേവിൻ്റെ ടോപ്പിൽ മുകളിൽ നിൽക്കണം. ഈ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് വരരുത്. അപ്പോൾ അതിൻ്റെ ഒരു ഹെൽത്തി സൈഡ് പോകും. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭാഗമാണെന്ന് വെച്ചെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കയറി തുടങ്ങും. ഇവിടെ നിന്ന് കയറിയിട്ട് ഇനി നെക്സ്റ്റ് വരുന്ന 5th വേവ് ആയിട്ട് വരും. അപ്പോൾ നമ്മളിതിനെ പോയിൻ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ ഫസ്റ്റ് വേവ് ഇത്, സെക്കൻഡ് വേവ് ഇത്, തേർഡ് വേവ് ഇത്, 4th വേവ്, അടുത്താണ് 5th വേവ്. ഈ 5th വേവും ഈ പറയണ മാതിരി ഒരു 5 മൂവ്മെൻറ്റ്സ് ആയിരിക്കും. ഈ ഫസ്റ്റ് വേവിനകത്തും 5 മൂവ്മെൻറ്റ്സ് ഉണ്ട്. ഈ തേർഡ് വേവിനകത്തും 5 മൂവ്മെൻറ്റ്സ് ഉണ്ട്. അത് വളരെ ഷോർട്ടായിരിക്കും തേർഡ് വേവിൻ്റെ ഉള്ളിൽ. ഫസ്റ്റ് വേവ് നമ്മളൊന്നും കൂടി പൊട്ടിച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇതിപ്പോൾ മന്ത്ലി ക്യാൻഡിൽ വെച്ചിരിക്കുന്നതുകൊണ്ടാണ്. മന്ത്ലി തന്നെയല്ല, മന്ത്ലിയിലാണുണ്ട്, അത് താഴ്ത്തിയാക്കാൻ പറ്റുന്നില്ല. ഓക്കെ, മന്ത്ലി ക്യാൻഡിലാണ്. അപ്പോൾ 5th വേവ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞിട്ടില്ല. എന്നാൽ അതിന് 3 വേരിയേഷൻസ് ഉള്ളത് കൊണ്ട് അവിടെ 2 ടൈപ്പ് പാറ്റേൺ വരാം. ഇതൊന്ന് വോളറ്റൈലാണ് വന്നിരിക്കുന്നത്. ചിലപ്പോൾ എക്സ്പാൻഡിങ് ടൈപ്പായിട്ടും വരാം. എക്സ്പാൻഡിങ് ടൈപ്പ് ആണെന്ന് നമുക്ക് ഇത് കുറേ വേരിയേഷൻ വരും. 4 വേരിയേഷൻ ഇങ്ങനെ താഴ്ത്തേക്കും മുകളിലേക്കും ഈക്വൽ സൈസിൽ ഇതേപോലെ താഴ്ത്തേക്ക് നന്നായിട്ട് വന്നിട്ടാണ് വേറെ. ഇത് പക്ഷെ നല്ല വോളറ്റൈലായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് വേവിൻ്റെ ബോട്ടത്തിൽ എക്സ്റ്റൻഷൻ്റെ ഫസ്റ്റ് പാർട്ട് കുത്തുക, പിന്നെ തേർഡ് വേവിൻ്റെ ടോപ്പിൽ കുത്തുക, ശേഷം അതിനൊരു പോയിൻറ്റും കൂടി ഉണ്ടാവും. അത് ഇതിൻ്റെ താഴെയും കൊണ്ടൊന്ന് കുത്തുക. ഞാനവിടെ 2 കുത്ത് കുത്തിക്കൊണ്ട് അവിടെ അത് പോയിൻ്റ് ആയതാണ്. ഇത് താഴേക്ക് വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ 5th വേവിൻ്റെ ഡയറക്ഷൻ കിട്ടുക. എവിടെ വരെ വരും? 5th വേവ് എന്ന് പറയുന്നത് 78% ആണ്.
അതായത് 61 to 78 ആണ്. 61 വളരെ അപൂർവം അവിടെ നിന്ന് റീട്രേസ് ചെയ്യാറുള്ളൂ. 78 വരെ വരാറുണ്ട് പൊതുവെ. ഇപ്പോൾ ഇവിടെ നമ്മൾ 3 വേരിയേഷനായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിലൊന്ന് പോസ്റ്റ് ഇപ്പോൾ ഇത് ഞാൻ മാറ്റുന്നുണ്ട്. ഇതിൻ്റെ മാത്രം ഈ ഒരു വേരിയേഷൻ മാത്രം പിടിച്ചിട്ട് നോക്കാം. ഇതെങ്ങനെ കൺഫേം ചെയ്യും? ഇത് ഫോർത്ത് വേവ് ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ, ഫോർത്ത് വേവിൻ്റെ ഒരു വേരിയേഷൻ ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ വലിക്കാത്ത ഓക്കെ, ഞാൻ ഇവിടെ ഒരു ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊരു ട്രെൻഡ് ലൈൻ വരച്ച് വയ്ക്കുക. ഇത് ബ്രേക്ക് ഔട്ടാണ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. എപ്പോഴും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ടാണ് നല്ലത്. അപ്പോൾ മാത്രമേ നമുക്ക് കറക്റ്റ് ഡയറക്ഷൻ കിട്ടുള്ളൂ. ഈ തിയറിയിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സംഭവം ഈ പറയുന്ന ട്രെൻഡ് ലൈൻ തന്നെയാണ്. പക്ഷെ നമ്മൾ കറക്റ്റ് പോയിന്റിൽ വരയ്ക്കണം മാത്രം. റാൻഡമായിട്ട് വരച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടും. അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടിയപ്പോഴാണ് ഞാനിവിടെ മോളിക്ക് വ്യൂ ചെയ്യാൻ തുടങ്ങിയത്. പ്രത്യേകിച്ച് ഇവിടെ 2-3 ക്രൈറ്റീരിയ കഴിഞ്ഞു. ഒന്ന് ഫോർത്ത് കറക്റ്റ് ഫസ്റ്റ് വേവിൻ്റെ മുകളിലെത്തി. സെക്കൻഡ് ഈ ഒരു റേഷ്യോ 50% ഈ ഫെബ്രുവരി ട്രേസിൽ നമ്മൾ നേരത്തെ കണ്ടു. ഇനി അടുത്തത് ഒരു ബ്രേക്ക് ഔട്ടുമായി. മുകളിലത്തെ ബേസ്മെൻറ്റ്, ഈ 2 ബേസ്മെൻറ്റിലാണ് ഞാൻ കണക്ട് ചെയ്ത് വരച്ചിരുന്നത്. എപ്പോഴും മുകളിലെ ബേസ്മെൻറ്റിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണ വരെ എപ്പോഴും ട്രെൻഡ് ഈ ഏത് ഡയറക്ഷനിൽ പോകണം ആ ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇതാണ് വെച്ചെങ്കിൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഇത് ബ്രേക്ക് ചെയ്തില്ലായിരുന്നെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് താഴ്ത്തേക്ക് പോകുന്നത് തന്നെ. ഇപ്പോൾ ഇവിടെ തൽക്കാലത്തേക്ക് ഇത് മുകളിലേക്ക് ബ്രേക്ക് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു ട്രെൻഡ് ലൈൻ വെച്ചതാ വരച്ചിരിക്കുകയാണ്. ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ കിടപ്പ് മനസ്സിലാവണമെന്ന് മനസ്സിലാവുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എടുത്തിട്ട് ഈ ബ്രേക്ക് ഔട്ടിൻ്റെ മൊത്തം പാറ്റേൺ ഒന്ന് കണ്ടെത്ത് 3 കുത്തി വലിച്ച്, ആദ്യം ബോട്ടത്തിൽ കുത്തി, പിന്നെ ടോപ്പിൽ കുത്തി, പിന്നെ സെക്കൻഡ് വേവ് കണ്ടോ നല്ല സ്പോട്ടിലാണ്. 32% റീട്രേസ് ആയിട്ടുള്ളൂ. പവർ മൂവ്മെൻറ്റാണ്. ഈ ഒരു മൂവ്മെൻറ്റിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നത്. ഇത് മിനിമം 78,000 തൊട്ട്, എന്തുകൊണ്ടാണ് പറഞ്ഞത് 161% അവിടെ ഇരിക്കുന്നത്. 1,12,000 വരെ പോവാം എന്നൊരു ഇത് കണ്ടത്. ഇവിടെ ചെറിയ ക്യാൻഡിലുകളുണ്ട്, നമ്മൾ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ 1,12,000 തന്നെ എത്തുന്നത്. അപ്പോൾ അവിടെ നിന്ന് കയറി 1,26,000 വരെ എത്തി. ശേഷം താഴത്തേക്ക് വന്നു. ഇത്രയും ദൂരം ഒരിക്കൽ പോലും ഈ ട്രെൻഡ് ലൈനും ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ തൽക്കാലത്തേക്ക് ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് മുമ്പ് കണ്ട ബുൾ റാലിയൊന്നും സംഭവം ട്രെൻഡ് ലൈന് ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇനി ഇത് താഴെ വന്നിട്ട് നേരെ ഈ ട്രെൻഡ് ലൈന് റീടെസ്റ്റ് ചെയ്യും. ആ റീടെസ്റ്റും കൂടി കഴിഞ്ഞ് ബോട്ടത്തിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ബെയറിഷ് മോഡിലാവും. ഏകദേശം ഇതൊരു 50-45 ഇതിനൊക്കെ ഇടയിൽ നിൽക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു തേർഡ് വേവാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇത് വെച്ച് വരയ്ക്കുന്നില്ല. ഇത് വെച്ച് വരച്ച് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. ഇതിൽ റിസർ കാണാനില്ല, അണ്ടു കാണാനില്ല. അപ്പോൾ ഈ ഒരു ഏരിയ മുഴുവൻ തേർഡ് വേവാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ചെയ്യാണ്. അതിൻ്റെ കംപ്ലീറ്റിങ് ഏത് പാറ്റേൺ ആണെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു സിഗ്സാഗിന് നമുക്ക് താൽക്കാലികമായിട്ട് വരയ്ക്കരുത്. ഇവിടെ ഒരു സിഗ്സാഗാണ് വന്നിരിക്കുന്നത്, ABC വന്നിരിക്കുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ടൂൾ ഇങ്ങനെ വരും എന്ന് പ്രതീക്ഷിക്കാം ഇവിടെ വരെ. ശേഷം അടുത്ത റാലി തുടങ്ങും. അപ്പം നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഈ ടോപ്പിൽ കുത്തിയിരിക്കുന്ന ഈ മൂവ്മെൻറ്റ് ഉണ്ടല്ലോ, ഈ ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ്റെ, ഇത് മുകളിലേക്ക് പൊന്തിച്ച് തേർഡ് വേവിൻ്റെ ടോപ്പിൽ വെച്ച് കൊടുക്കുക. ഇവിടെ തീരുമ്പോൾ ഇത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 1,00,000-2 ലക്ഷം ഡോളറിനടുത്തൊക്കെ വരും. അത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് വെച്ചാൽ കുറച്ച് എനിക്ക് നേരത്തെ ഞാൻ മൊബൈലിലാണ് ചെയ്യുന്നത്, അതിൽ റെക്കോർഡ് ചെയ്യാൻ സൗകര്യം. കമ്പ്യൂട്ടറിൽ നോക്കിയപ്പോൾ കറക്റ്റ് പോയിന്റ് കിട്ടിയപ്പോൾ എനിക്കൊരു 1,60,000 65,000 വരെയൊക്കെയാണ് കണ്ടേക്കുന്നത്. അതുവരെ പോകുമെന്ന് വിചാരിക്കുന്നത് ഈ കറക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഭാവിയുള്ള സാധനമാണ്. പക്ഷേ ഇപ്പം നിലവിൽ നമുക്ക് ട്രെൻഡ് ലൈൻ ബേസ്മെൻറ്റിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഭംഗിയായിട്ട് പറഞ്ഞാൽ പണി വരാനുള്ള സാധ്യതകളെല്ലാം ഉണ്ട് ഇവിടെ. അപ്പോൾ ബൈ ചെയ്യുന്നവർ ആവറേജ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ബൈയിങ് മാത്രം നടത്തുക. ഗുണമെന്ന് പറഞ്ഞിട്ട് ബൈ ചെയ്ത് കഴിഞ്ഞാൽ പണി പാടും. ബിറ്റ്കോയിൻ ചെയ്യണവർ. കുറേ പേർക്കൊന്നും ക്രിപ്റ്റോ കറൻസി വലിയ താല്പര്യമില്ല. നമുക്ക് പിന്നെ ഇവിടെ നേരം പോക്ക് ഇതാണ്. അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ ഇതൊരാളിനോട് ഫിബൊനാച്ചി എക്സ്റ്റൻഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചിരുന്നു. ഇതെടുക്കുമ്പോൾ തന്നെ കുറേ മഴവില്ല് കളറാണ് വരാം. ഈ മഴവില്ല് കളറിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനത് മാറ്റിയിട്ടിട്ട് ഇങ്ങനെ ആക്കിക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് വേണ്ടത് 61, 78 വേറെയും കുറേ ഉണ്ട്. 141 എന്ന് പറഞ്ഞിട്ട് ഏജ് വയ്ക്കുന്നുണ്ട്. 127, 161 ഇടയിലുണ്ട്. പിന്നെ അതുപോലെ ഇതിന് താഴെ ഈ 61 താഴെ 50% ഉണ്ട്, 38% ഉണ്ട്, 23% ഉണ്ട്. ഒക്കെ ഞാൻ ഓഫാക്കിയിട്ടേക്കാം. ഈ എക്സ്റ്റൻഷനകത്ത് അതൊന്നും ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. എൻ്റെ കണ്ടുപിടുത്തം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ അത് ഉപയോഗിക്കുമെന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും ഓരോ മൈൻഡ് സെറ്റ് ആയിരിക്കും. എനിക്കിതിൽ ഇഷ്ടപ്പെട്ട ഏരിയ ഈ റീടെസ്റ്റ് ഏരിയ ആയിട്ടുള്ള 78-നും 61 ഇടയിലുള്ള ഏരിയ. പിന്നെ ഈ 127% അത് മറ്റേ എക്സ്പാൻഡിങ് ട്രയാങ്കിൾസുകൾ അറിയാനായിട്ട്
160 to 200% മെയിൻ തേർഡ് വേവിൻ്റെ കംപ്ലീറ്റ്. അതിപ്പോൾ എക്സ്പാൻഡിങ്ങിൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും അവസാനം ഈ ഒരു എഡ്ജാണ്. വളരെ അപൂർവം എക്സ്റ്റൻഷൻ സംഭവിച്ച് 261 വരെ പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് കുറേ ദിവസം ഈ കൺസോളിഡേറ്റ് ചെയ്യും, മുകളിലേക്കില്ല താഴ്ത്തിക്കില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇൻസ്റ്റിറ്റ്യൂഷനിൻ്റെ കയ്യിൽ നിന്നും പോയിട്ടുള്ളൊരു ഏരിയ ആണ് ഇങ്ങനത്തെ ഏരിയ വരുന്നത്. സ്ട്രെയിറ്റ് വോളട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കൺസോളിഡേറ്റ് ചെയ്തതിന് ശേഷം ബോട്ടത്തിലേക്ക് കൊണ്ടുവരണം അത് ചെയ്യുക പൊതുവെ. അപ്പോൾ അത് ഇത്രേ ഉള്ളൂ. ഈ ടൂൾ ഉപയോഗിക്കാൻ അങ്ങനെ വലിയ പാടൊന്നുമില്ല. 3 പോയിൻ്റാണെന്നേ ഉള്ളൂ. 3 പോയിൻ്റ് കറക്റ്റായിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. ഇപ്പം ഇത് ഫസ്റ്റ് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഇവിടെയാണെച്ചെങ്കിൽ നമുക്ക് ഫസ്റ്റ് മുകളിൽ നിന്ന് താഴത്തേക്കുള്ളതൊന്ന് കാണിച്ചു തരുന്നുണ്ടോ. ഇങ്ങനെ ടോപ്പിൽ കുത്തിയിട്ട് ബോട്ടത്തിൽ ഫസ്റ്റ് വന്നിരിക്കുന്ന ബേസ്മെൻറ്റ്, ഞാൻ ബേസ്മെൻറ്റായിട്ട് എടുത്തിരിക്കുന്നത് ഡിലീറ്റ് ചെയ്താണ്. 2 കുത്ത് അവിടെ തന്നെ കുത്തി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വേണ്ട, ഏകദേശം 161 അവിടെ നിന്ന് റീട്രേസ് ചെയ്ത് കിട്ടി. ഇത് ഏത് വശത്തേക്കാണ് ട്രെൻഡ് പോകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് നോക്കി കഴിഞ്ഞാൽ 127 വന്നിട്ടാവും കയറി പോവുക. 200 എത്തിക്കഴിഞ്ഞാൽ നൈസായിട്ട് ട്രേഡ് ചെയ്യും. മറ്റേ ഓപ്ഷനിലൊക്കെ ട്രേഡ് ചെയ്യാവുന്നൊരു മോഡാണ് 200%. പെട്ടെന്ന് ബൗൺസ് കിട്ടും. ബൗൺസ് കിട്ടുമ്പോഴും ആലോചിക്കണം, നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വേണം. 261 അടിയിലെങ്കിലും കൂടെ സ്റ്റോപ്പ് ലോസ് വെക്കണം, അല്ലേ പണി കിട്ടും. സ്റ്റോപ്പ് ലോസ് ഇല്ലാണ്ട് കളിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം കുട്ടിച്ചോറാവും. 127 ഞാൻ റീട്രേസ് എടുക്കില്ല കേട്ടോ. 200 എത്തിന്ന് ഉറപ്പിച്ചാൽ മാത്രമാണ് ഞാൻ അതിൻ്റെ ഒരു ബൈയിങ്. അതൊരു 32% കയറും. തിരിച്ച് ഈ ഒരു ഏരിയ വരെ കയറുമ്പോഴേക്കും എക്സിറ്റ് ചെയ്ത് പോരും. മിനിറ്റ് കാൻഡിലൊക്കെ അത് എന്താ പറയുക, ചെറിയ പമ്പിങ് ഉണ്ടാവുള്ളൂ. വലിയ സ്വിങ്ങിലൊക്കെ അത് 10-15% ഒക്കെ ചിലപ്പോൾ നമുക്ക് സ്റ്റോക്കുകൾ തരും. അപ്പോൾ ഇവിടെ ബിറ്റ് കോയിൻ ഇങ്ങനെ പോയിൻ്റാണ് നിൽക്കുന്നത് എന്നുള്ളത് പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക ഇത് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ശരി, ഞാൻ ഗുഡ് നൈറ്റ്, ഇപ്പോൾ ഉറങ്ങാൻ പോവാണ്. വൈകുന്നേരം ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് ചെയ്തത്. ഞാൻ ഷോപ്പിലിരിക്കണ കാരണേ എപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്നും അത് ഞാൻ ഷോർട്ടുകൾ ഇടുന്നത് ചെറിയ ടൈം എടുത്തിട്ട്. ഓക്കെ, അപ്പോൾ ബെസ്റ്റ് വിഷസ്.